സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. കാരണം ആ വാർത്തയിൽ പറയുന്ന ഒരു വസ്തുവിനെ ഞാനും നിങ്ങളും സ്ഥിരം കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂടുമൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുമെന്നുമാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. ചൂടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങളിൽ വീഴരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഔദ്യോഗിക മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് നടക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 54 അനുസരിച്ച് ശിക്ഷാർഹമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, തെറ്റായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സമയം ഇത്തരം വ്യാജ വാർത്തകൾ അധികമായി വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. നല്ല ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. രാത്രി പോലും നമ്മൾ അസഹ്യമായ ചൂടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ വളരെ വളരെ കുറവാണ്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയോ പങ്കുവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്.